എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MBBS BDS സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു MBBS BDS സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നവംബർ 28 വൈകുന്നേരം 4 മണി വരെ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ പേരിലുള്ള ഫീസ് അടച്ചുകൊണ്ട് അതായത് 28 വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ BPharm, സിദ്ധ, യുനാനി അതുപോലുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള താൽക്കാലിക അലോട്ട്മെൻറ്റ് 26 അതായത് നവംബർ 26 പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. അതുകൂടാതെ നവംബർ 28 ആയിരിക്കും ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതായത് BPharm അതുകൂടാതെ മെഡിക്കൽ അലൈഡ് കോഴ്സസ്, യുനാനി, സിദ്ധ തുടങ്ങിയ കോഴ്സുകളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നവംബർ 28 ആയിരിക്കും പ്രസിദ്ധപ്പെടുത്തുക. അപ്പോൾ BDS MBBS സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ 28 വൈകുന്നേരം 5 മണിക്കുള്ളിൽ, അതായത് 28 വൈകുന്നേരം 4 മണിക്കുള്ളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു MBBS BDS സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പരീക്ഷാ കമ്മീഷനുടെ പേരിൽ ഉള്ള ആ ഒരു ഫീസ് അടക്കണം. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ 28 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.